കഴിഞ്ഞ 21 വർഷമായി ഞാൻ ചെമ്മീൻ കൃഷി നടത്തുന്നുണ്ട്. ഈ 21 വർഷത്തിൽ 17 വർഷവും ലാഭകരമായ നിലയിലാണ് കൃഷി നടന്നത്. ആദ്യത്തെ 1-2 വർഷമാണ് കൃഷി അസുഖം വന്ന് വലിയ നഷ്ടത്തിൽ കലാശിച്ചത്. പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും ലാഭകരമായ നിലയിലാണ് കൃഷി നടത്തിയത്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഈ ചെമ്മീൻ കൃഷിക്കൊപ്പം പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. ഈ പച്ചക്കറി കൃഷി വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ കുടുംബ വീടുകളിലേക്ക്, സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടി പച്ചക്കറി ഉണ്ടാവാറുണ്ട് അങ്ങനെ ചെയ്താൽ. പക്ഷെ ഇത്തവണ ഞാൻ വളരെ വ്യാപകമായ നിലയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. മൊത്തം 5.5 ഹെക്ടർ സ്ഥലത്താണ് ഞാൻ ചെമ്മീൻ കൃഷി ചെയ്യുന്നത്. ഈ 5.5 ഹെക്ടർ സ്ഥലം എന്ന് പറയുന്നത് 3 സ്ഥലങ്ങളിലായിട്ടാണ്. ആ 3 സ്ഥലങ്ങളിൽ മൊത്തം വരുന്ന 5.5 ഹെക്ടർ സ്ഥലത്ത് ഏതാണ്ട് 2 ഏക്കറിലധികം സ്ഥലം ഈ ഫാമിൻ്റെ ബണ്ടുകളിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ധാരണ പച്ചക്കറി കൃഷി ഉയർന്ന പറമ്പുകളിലും അതുപോലെ തന്നെ വേനൽക്കാലത്ത് വയലുകളിൽ മാത്രമേ നടത്താൻ പറ്റൂ എന്നാണ്. പക്ഷേ ഈ മഴക്കാലത്ത് വെള്ളം കയറാത്ത ബണ്ടിൻ്റെ മേലെ ചെമ്മീൻ ഫാമുകളിലും അതുപോലെ തന്നെ മത്സ്യ ഫാമുകളിലുമൊക്കെ പച്ചക്കറി കൃഷി വളരെ നന്നായി നടത്താൻ വേണ്ടി കഴിയുമെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കൃഷികളിൽ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന എല്ലാ ഇനങ്ങളും ഉണ്ട്. അതിൽ കക്കിരിയുണ്ട്, വെള്ളരിയുണ്ട്, മത്തനുണ്ട്, കുമ്പളമുണ്ട്, പയറുണ്ട്, അതുപോലെ വെണ്ടയുണ്ട്, കൊത്തവരയുണ്ട്. അങ്ങനെ ഏതാണ്ട് സാധനങ്ങളും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒട്ടും മോശമില്ലാത്ത നിലയിലെ വിളവെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 2 ആഴ്ച മാത്രമേ വിളവെടുപ്പ് തുടങ്ങിയിട്ടായിട്ടുള്ളൂ. ഇതിനിടയിൽ തന്നെ ഏതാണ്ട് ഒരു 10-700 കിലോളം പച്ചക്കറി ഞാൻ ഇവിടുന്ന് പറിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഏതാണ്ട് ഒരു 3-3.5 ടണ്ണോളം പച്ചക്കറി ഈ 5.5 ഹെക്ടർ സ്ഥലത്ത് വരുന്ന പോണ്ടുകളുടെ സൈഡിലുള്ള 2 ഏക്കർ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ പച്ചക്കറിക്ക് പുറമെ കപ്പയും നട്ടിട്ടുണ്ട്. ഏതാണ്ട് 400 മൂടിയോളം 420 മൂടിയോളം കപ്പ നട്ടിട്ടുണ്ട്. ആ കപ്പയിൽ നിന്നും ഏതാണ്ട് ഒരു 1000-1500 കിലോ കപ്പയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടും മോശമല്ലാത്ത ഒരു വിളവെടുപ്പ് ആണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്ന പച്ചക്കറി എന്ന് പറയുന്നത് ശരിയായ നിലയിൽ പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത വിഷം തെളിച്ച പച്ചക്കറിയാണ് നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ വരുന്നത്, മാർക്കറ്റിൽ വരുന്നത്. ഈ പച്ചക്കറിയുടെ ഉപയോഗം കൊണ്ട് പല രീതിയിലുള്ള രോഗങ്ങൾ വരുന്നതായി പല പഠനങ്ങളും പറയുന്നുണ്ട്. ഇതിനെതിരെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും ജൈവ പച്ചക്കറിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും വലിയ നിലയിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്നാലും ആളുകളിടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ ഇതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പച്ചക്കറി കൃഷിയും നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ബണ്ടിൻ്റെ മേലെ ചെയ്യുന്ന പച്ചക്കറി കൃഷി തികച്ചും ഓർഗാനിക്കായുള്ള പച്ചക്കറി കൃഷിയാണ്. അതിനകത്ത് ഒരു രാസവളവും ഒരു കീടനാശിനിയും ഉപയോഗിക്കാതെ നടത്തുന്ന കൃഷിയാണ്. ചെമ്മീൻ കൃഷി കഴിഞ്ഞാൽ ആ ചെമ്മീൻ കൃഷി നടത്തിയ കുളത്തിൽ അവശേഷിക്കുന്ന അതിൻ്റെ സ്ലറി, അതിൻ്റെ വേസ്റ്റൊക്കെ കോരിയെടുത്ത് ബണ്ടിൻ്റെ മേലെയിട്ട് അതാണ് ഇതിൻ്റെ അടിവളമായി ശരിക്ക് പിന്നീട് മാറുന്നത്. അതിൻ്റെ മേലെ നടുന്ന പച്ചക്കറി വളരെ നല്ല നിലയിലാണ് പിന്നീട് വരുന്നത്. അത് നമ്മുടെ അസിഡിക് സോയിൽ ആയതുകൊണ്ട് കുറച്ച് ഡോളമൈറ്റ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രകൃതിജന്യമായ സാധനമാണ്. അത് ഒരു കെമിക്കലല്ല. ഡോളമൈറ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല നിലയിലുള്ള നന്നായി വളരുകയും അതുപോലെ നല്ല നിലയിലുള്ള ഈൽഡിങ് കിട്ടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. എല്ലാ നിലയിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ
ഒരു അനിവാര്യമായി വരുന്നത്. കാരണം പച്ചക്കറി, വിഷലിപ്തമല്ലാത്ത പച്ചക്കറി, ആളുകൾക്ക് ഭക്ഷ്യയോഗ്യമായ പച്ചക്കറി കിട്ടാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇതുപോലുള്ള പ്രദേശങ്ങളെ, കൈപ്പാട് പ്രദേശങ്ങളെയും അതുപോലെ തന്നെ വെള്ളം കെട്ട് ഉള്ള പ്രദേശങ്ങളെയും അവിടങ്ങളിലൊക്കെ ബണ്ടുകൾ ഉണ്ടാക്കി വെള്ളം കയറാത്ത നിലയിലാക്കി നല്ല നിലയിൽ പച്ചക്കറി കൃഷി നടത്താൻ വേണ്ടി പറ്റും. കേരളത്തിൽ ആയിരക്കണക്കിന് ഹെക്ടർ മത്സ്യകൃഷിയും ചെമ്മീൻ കൃഷിയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഫിഷീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് എന്തെങ്കിലും പ്രൊജക്റ്റ് തയ്യാറാക്കി പച്ചക്കറി കൃഷിക്ക് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ടൺ പച്ചക്കറി കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ മാർക്കറ്റിലേക്ക് ജൈവ പച്ചക്കറി ആളുകൾക്ക് ഏറ്റവും ഉപയുക്തമാകുന്ന രീതിയിലുള്ള ജൈവ പച്ചക്കറി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വളരെ ഗൗരവപ്പെട്ട ശ്രമം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലുള്ള ശ്രീ പുരുഷോത്തമൻ്റെ ചെമ്മീൻ ഫാമിലാണ്. ഈ ചെമ്മീൻ ഫാമിൻ്റെ ബണ്ടിൽ ഉള്ള ഒരു പച്ചക്കറി കൃഷി എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിൽ തികച്ചും ജൈവികമായി മഴക്കാലത്ത് മാത്രമേ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റൂ. കാരണം ഈ കുളത്തിലും ചുറ്റും ഒരു ജലമാണ് മിക്ക സമയത്തുള്ളത്. മഴക്കാലത്ത് ഈ ബണ്ടിന് മുകളിലുള്ള പച്ചക്കൃഷിക്കുള്ള ശ്രദ്ധേയമായ സവിശേഷത എന്ന് മനസ്സിലാക്കുന്നത് ഇത് തികച്ചും ജൈവികമായിട്ടുള്ളൊരു കൃഷി രീതി എന്നുള്ളതാണ്. ഇതിൽ വളം എന്നുള്ളത് ഈ കുളത്തിൽ നിന്ന് തന്നെയുള്ള സ്ലറി കോരി മാറ്റിയത് മാത്രം, അങ്ങനെയുള്ള അല്ലെങ്കിൽ ചാണകം അത്ര മാത്രമേ വളപ്രയോഗം നടത്തുന്നുള്ളൂ. എങ്കിലും ഇവിടെയുള്ള പച്ചക്കറികളുടെ വളർച്ച നോക്കുകയാണെങ്കിൽ വളരെ ആരോഗ്യത്തോടു കൂടി വളരുന്ന ചെടികൾ, നല്ല കായ്ഫലങ്ങളുള്ള ചെടികളുമാണ് കാണുന്നത്. അത് വെണ്ടയായാലും താലോരി, പയറ്, മത്തൻ, കക്കിരി, ഇങ്ങനെയുള്ള വിവിധ പച്ചക്കറികൾ ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള ഈ ചെമ്മീൻ കുളങ്ങളുടെ ബണ്ടുകൾ ജൈവിക രീതിയിൽ, ജൈവകൃഷി രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളൊരു മാതൃകയാക്കേണ്ടതാണ്. ഇവിടെ മാത്രമല്ല, അത് കേരളത്തിന് തന്നെ ഒരു മാതൃകയാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇപ്പോഴും വിഷരഹിത പച്ചക്കറി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കീടനാശിനികളും ഒക്കെയുള്ള പച്ചക്കറികളാണ് നമ്മൾ ഇന്നും കൂടുതലായിട്ട് കേരളത്തിൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ കൃഷി വ്യാപകമാക്കാൻ, പച്ചക്കറി കൃഷി വ്യാപകമാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ശുദ്ധജല ലഭ്യതയുള്ള സ്ഥലങ്ങൾ കൂടാതെ ഈ ഒരു ജല പ്രദേശങ്ങളിൽ പോലും മഴക്കാലത്ത് ഇത്രയും പച്ചക്കറി കൃഷി ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നും അല്ല അത്. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഈ പരിസ്ഥിതി സൗഹൃദ കൃഷി, ഒരു സംയോജിത കൃഷിരീതി എന്നൊക്കെ പറയുമ്പോൾ ഈ ചെമ്മീൻ കൃഷിയോടൊപ്പം അല്ലെങ്കിൽ ഒരു ജല മത്സ്യകൃഷിയോടൊപ്പം മഴക്കാലത്ത് ഒരു വേള പച്ചക്കറികൾ, അതും ഇവിടുത്തെ ഉൽപാദനം എനിക്ക് തോന്നി 1.5 ഹെക്ടറിൽ തന്നെ എത്രയോ ടൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ ബണ്ടുകളിലെ ഈ കൃഷി കൊണ്ട് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ മറ്റ് രാസവളങ്ങളോ കീടനാശികളോ ഒന്നും ഉപയോഗിക്കാതെ വളരെ സുരക്ഷിതമായ ഇത്തരത്തിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് ഭാവിയിൽ ഇങ്ങനെയുള്ള കർഷകർ ഇതൊരു മാതൃകയാക്കി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നത് എന്തുകൊണ്ടും വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. കർഷകർക്കൊരു അധിക വരുമാനം, നമ്മുടെ നാടിനുള്ളൊരു സേവനം എന്നതിലുപരി ഒരു അധിക വരുമാനം കൂടി അവർക്ക് ഇതുകൊണ്ട് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഇത് പൊതുവെ ഇങ്ങനെയുള്ള മത്സ്യക്കുളങ്ങളുടെ, ചെമ്മീൻ കളങ്ങളുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ, അതായത് ഈ സ്ലറിയിലുള്ള മൂലകങ്ങൾ, ഫലഭൂയിഷ്ടമായ ഈ സ്ലറി ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ഇത് അധികം ഒഴുകി പോകുന്നുമില്ല. ഇത് ഇതിന്റെ വളാംശം പച്ചക്കറികളിലൂടെ നമ്മുടെ ഉൽപ്പന്നമാക്കി മാറ്റുക എന്നുള്ളൊരു വലിയൊരു ഒരു സേവനം കൂടിയാണ് നമ്മുടെ ഈ കൃഷി ഇതിലൂടെ ചെയ്തു വരുന്നത്. ഇത്തരം ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്യപ്പെടുന്ന പച്ചക്കറികളുടെ ഒരു സ്വാദ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നമുക്കത് കഴിച്ചു നോക്കുമ്പോൾ, നല്ല പച്ച ആയിട്ട് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അത് പയറായാലും വെണ്ടയായാലും കക്കിരി ആയാലും എല്ലാം നമ്മൾ ആ ഒരു വളരെ രാസവളങ്ങൾ ചേർത്ത് കീടനാശിനികൾ തളിച്ച് വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കുന്ന ആ പച്ചക്കറികളിൽ അതിൻ്റെ ഗുണമേന്മ നമുക്കറിയാം. ജൈവകൃഷിയിലുള്ള ആ ഗുണമേന്മ നമുക്കറിയാം. അത്തരം രാസകൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളെക്കാൾ എന്തുകൊണ്ടും ഗുണമേന്മയും
സ്വാദിഷ്ടവും നമ്മുടെ ജൈവ രീതിയിലുള്ള പച്ചക്കറിയാണെന്നുള്ളത് ഇത്തരം ഫാമുകളിൽ വന്നിട്ട് അത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും. കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു വലിയ ഫണ്ട് അവർക്ക് കിട്ടിയപ്പോൾ അവർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഈ ഫിഷ് ഫാമിലും അതുപോലെ തന്നെ ഷ്രിം ഫാമിലുമൊക്കെ പച്ചക്കറി കൃഷി നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിനുവേണ്ടി 5 കോടി രൂപ കൊടുക്കാമെന്നാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുക്കാത്തത് കൊണ്ട് ആ ഫണ്ട് നഷ്ടപ്പെട്ടു എന്നാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ശരിക്കും കേരളത്തിലെ ചെമ്മീൻ ഫാമിലും അതുപോലെ തന്നെ മത്സ്യ ഫാമിലുമൊക്കെ വലിയ രീതിയിലുള്ള സാധ്യതയുള്ള ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനുള്ള സാധ്യത ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രയോജനപ്പെടുത്താതിരിക്കുകയാണ് അതിലൂടെ ചെയ്തത്. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ള നിലയിൽ ആളുകൾക്ക് വിഷരഹിതമായ പച്ചക്കറി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ ഈ ചെമ്മീൻ ഫാമിലും അതുപോലെ തന്നെ മത്സ്യ ഫാമിലുമൊക്കെ പച്ചക്കറി കൃഷി ജൈവ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടുകൂടി തയ്യാറാക്കി കൃഷിക്കാരെ ഈ മേഖലയിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിൽ നിന്ന് വിളവെടുത്ത് മാർക്കറ്റിലെത്തിക്കുന്ന പച്ചക്കറി വളരെ പെട്ടെന്ന് തന്നെ ചിലവാകുന്നുണ്ട്. ജൈവ പച്ചക്കറി ആണ് എന്നതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനോട് നല്ല താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകളെങ്കിലും ഈ പച്ചക്കറിക്ക് ചെറിയ രീതിയിലുള്ള പുഴുക്കുത്തോ അല്ലെങ്കിൽ കേടുകളോ കണ്ടു കഴിഞ്ഞാൽ പച്ചക്കറി വാങ്ങാതിരിക്കുന്നൊരവസ്ഥയുണ്ട്. കാരണം അവർ കണ്ട പച്ചക്കറികളൊക്കെ ഒരു കേടുമില്ലാത്ത ഒരു പുഴുക്കുത്തുമില്ലാത്ത, അതായത് വിഷം തെളിച്ച് ഒരു കീടങ്ങളും ബാധിക്കാത്ത രീതിയിലാണ് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന പച്ചക്കറി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫാമിൽ നിന്നും പച്ചക്കറി കൊണ്ടുപോകുമ്പോൾ അതിന് കീടനാശിനികൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ചെറിയ പുഴുക്കുത്തുകളോ കീടങ്ങളോ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അത് ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആളുകളുടെ ഒരു സമീപനം തന്നെ ശരിക്കും മാറേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ജീവിക്ക് ഏതെങ്കിലും ഒരു പച്ചക്കറിക്കകത്ത് അതിന് വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് വിഷം പ്രയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആളുകൾക്ക് നല്ല ക്ലീനായ നീറ്റായ പച്ചക്കറിയാണ് ആളുകൾക്ക് വേണ്ടത്. എല്ലാ നിലയിലും ഒരു കേടുപാടും ഇല്ലാത്ത രീതിയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ പുഴുക്കുത്തു വന്ന സാധനങ്ങൾ പോലും ആളുകൾ മാർക്കറ്റിൽ നിന്നും തിരസ്കരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ആളുകളുടെ ഒരു അവയർനെസ് ഇല്ലായ്മയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ.